ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് റിയർ വീൽ ബ്രേക്ക് പാഡ് മാറുന്ന പരിപാടിയാണ്. ഇതിന്റെ ബ്രേക്ക് പാഡ് തീർന്നേക്കണേന്ന്, അപ്പോൾ അതൊന്ന് മാറിക്കളയാന്ന് വിചാരിക്കും. പിന്നെ ഗിയർ കുറച്ച് ചെറിയ ടൈറ്റ് ഉണ്ട്, അപ്പോൾ ഒന്ന് ക്ലച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനത്തെ ചെറിയ പണിയുള്ളൂ, അതൊന്ന് ചെയ്ത് നോക്കാൻ മതി. ഇതിന് സെൻട്രൽ സ്റ്റാൻഡ് ഇല്ലാത്ത കാരണം സ്റ്റാൻഡ് വേണം. വെറൈറ്റി എല്ലാ വണ്ടിക്കും വെക്കണത്. വലിയ വണ്ടിയൊക്കെ അതിൽ താങ്ങണമല്ലോ, സാധാരണ മേടിച്ച കൊടിഞ്ഞു പോകും. എപ്പോഴത്തിന് കുഴപ്പം വെച്ചാൽ ഇവിടെ സാരിക്കാരൊക്കെ കാരണം വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, വെക്കണ സ്ഥലം കുറവായിരിക്കും. കറക്റ്റായിട്ട് വെച്ചില്ലെങ്കിൽ വണ്ടി മറിഞ്ഞോളൂ. റാലി എഡിഷനൊക്കെ ആണെങ്കിൽ ഭയങ്കര പണിയാണ് മാറ്റാൻ വേണ്ടി, ഭയങ്കര ഹൈറ്റ് ആയിരിക്കും. റാലി എഡിഷന് വിലയും കൂടുതലാണ്. ഹൈറ്റ് കൂടുതൽ. ഇമ്പൾസ് ചെറിയ വണ്ടിയാണ്, ഇമ്പൾസ് ഇറങ്ങിയ സമയത്ത് ആർക്കും വേണമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടി ഇതായി കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരെ ഭയങ്കര അന്വേഷണവും ഡിമാൻഡ് കൂടി. ഈ റൈസിങ്ങിനൊക്കെ ഇറക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് ആണ് ആൾക്കാർക്ക് മനസ്സിലായത്. അത് പണ്ട് ഡിയോ ഇറങ്ങിയ പോലെ ഡിയോയുടെ ഹെഡ്ലൈറ്റ് താഴ്ത്താന്ന് പറഞ്ഞിട്ട് കുറെ പണ്ട് മേടിക്കലായിരുന്നു. ഇപ്പൊ ഫുള്ള് ജനറേഷൻ മാറിയപ്പോ കംപ്ലീറ്റ് ആ മുറിവ് മാത്രം ആൾക്കാർക്ക് മതി. ചിലവർ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയും, ഫ്രണ്ട് ലൈറ്റ് കിട്ടൂല, ചെയ്യുമ്പോൾ കാണുമോ എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയൊന്നുമില്ല, അത് ആ പൊസിഷൻ, ലൈറ്റിന്റെ പൊസിഷൻ കറക്റ്റ് ആയതുകൊണ്ട് കാണാൻ പറ്റും. നമ്മ ഈ ഹാൻഡിൽ തിരിക്കണോ അതേതുപോലെ തന്നെ വണ്ടി തിരിയൂല, പയ്യല്ലേ തിരിയുള്ളൂ. അപ്പൊ പയ്യെ വണ്ടി ചരിഞ്ഞു വരുമ്പോഴും എല്ലാം സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു പൊടിക്ക്, അത് നമുക്ക് മനസ്സിലാകില്ല. ഇവിടെ ബുഷുണ്ട്, ഇങ്ങനെ ഫ്രണ്ടിലോട്ട് തള്ളി ബുഷ് ഫ്രണ്ടിലോട്ട് തള്ളിയിട്ട് പയ്യെ ഇതിങ്ങനെ പോയില്ല അവരെടുക്കാം. ഇതിന് മൊത്തമായിട്ട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല.
ഇതിൻ്റെ അകത്തൊരു അല്ലെങ്കിൽ വോൾട്ടാ ശരിക്കും ഇറങ്ങിക്കണേൽ ഈ ബാക്ക് ഡിസ്ക് ഒക്കെ മാറാൻ എളുപ്പമുള്ള വണ്ടി ഇതാണ് ഏറ്റവും എക്സ്ട്രീം. ഹീറോയുടെ എക്സ്ട്രീം ഇതൊക്കെയാണ് നല്ല സിസ്റ്റം. ബാക്ക് വീൽ അയക്കാനും പിടിക്കാനൊക്കെ ഏറ്റവും സൂപ്പർ പരിപാടി മാറാനൊക്കെ ഉള്ളത്. ബാക്കി കമ്പനികളൊക്കെ വെറുതെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ വീൽ അയക്കണമെങ്കിൽ രണ്ടുപേര് വേറെ വേണം. ബാക്ക് വീല് എല്ലായിടത്തൊക്കെ പോയി പഞ്ചറായി കഴിഞ്ഞാൽ വല്ല ടയർ പൊട്ടി മാറണം വെച്ചാൽ പണിയായിപ്പോവും. ഇതിൻ്റെയൊക്കെ പക്ഷെ അങ്ങനെയല്ല, പെട്ടെന്ന് മാറാൻ പറ്റും. ഇത് ക്ലീൻ ചെയ്യണം. ഇങ്ങനെ മിക്കവാറും ക്ലീൻ ചെയ്യാറില്ല. ഇതുപോലെയൊക്കെ തന്നെ തള്ളി കയറ്റി വയ്ക്കും. അങ്ങനെ ഇതൊക്കെ ഈ പിസ്റ്റൺ ഇതൊക്കെ കംപ്ലൈൻ്റ് ആയി പോണത്. നല്ലോണം അടുക്കണ്ട അതിൻ്റെ ഇടയിലൊക്കെ. നല്ല തിളങ്ങി വരും, നല്ല ക്ലിയർ ആയിട്ട്. ജസ്റ്റ് ഞാൻ പയ്യെ താത്തി വരണം ലിവർ വെച്ച്. വേണ്ട ഇതിങ്ങനെ പിസ്റ്റൺ താന്ന് തോന്നുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഗീസ് ചെയ്യണത്. ഇത് നല്ലോണം അങ്ങോട്ട് വർക്ക് ചെയ്താലാണ്, അല്ലെങ്കിൽ ജാമായി പോകും. സർവീസ് സെൻ്ററിലൊക്കെ ചെയ്യാൻ നേരം ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാറില്ല. അവർ വെറുതെ ഇതൊക്കെ ഇട്ട് വെച്ച് വാങ്ങിയിടും. എന്താ വർക്ക് ചെയ്യണം, ഇങ്ങനെ വർക്ക് ചെയ്യണം. അങ്ങോട്ട് ഇങ്ങനെ മൂവിങ് ഉണ്ട്, ഈ മൂവിങ് ഉണ്ട്. കണ്ടോ കണ്ടോ തേഞ്ഞിട്ട് കുറഞ്ഞ് മൊത്തം പാടായി. ഇതുണ്ടോ ഇതിൻ്റെ കനം കണ്ടോ, ഇത്രയും കനം ഉണ്ടാവും.
ഫുൾ രണ്ട് കരം കൂടെ നോക്കി ഇത്രയും കനം ഉണ്ടോ ആ സാധനമാണ് ഇത്ര ഇതുപോലെ ആയത് മാറിക്കളയാം നിസന്റെ ഇതാണിത് ചെയിൻ്റെ അഡ്ജസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടി വെക്കണം. അപ്പോൾ ബാക്കിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതിൽ ടൈറ്റ് ഒന്നുമില്ല. ഓക്കെ, ചെറുതായിട്ട് പമ്പ് ചെയ്ത് കൊടുക്കും. ബ്രേക്ക് ആവും ഉണ്ടാ. ഓക്കെ,
അപ്പോൾ ബ്രേക്ക് പാഡ് ഫിറ്റ് ചെയ്ത് ഇതിൻ്റെ ബാക്കിൽ ബ്രേക്ക് പാഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫ്രണ്ടിൽ ചെറുതായിട്ട് ക്ലച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്ട്. ഇവിടെ ക്ലച്ച് ചെറിയ ലൂസാണത്, ഗിയറിടുമ്പോൾ അങ്ങനെ ടൈറ്റ് എന്ന് പറയും. ഇവിടെ ഞെട്ടിൽ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഗിയറിടാൻ നേരത്തെ ഇങ്ങനെ വണ്ടികൾക്ക് അങ്ങനെ ടൈറ്റ് ഉണ്ടാവും. അതിനൊക്കെ ക്ലച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ റെഡിയാക്കാവുന്നുള്ളൂ. ക്ലച്ചിൻ്റെ പണി ചെറിയൊരു വർക്കേ ഉള്ളൂ, ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമുള്ളൂ. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, എക്സ്പൾസിൻ്റെ ചെറിയ ഈ ബ്രേക്ക് പാഡിൻ്റെയും ഇതിൻ്റെ പണികൾ കഴിഞ്ഞ് ഇനി അടുത്ത ഒരു വീഡിയോ ഇട്ട് അടുത്ത പ്രാവശ്യം കാണാം നമുക്ക്. എല്ലാവർക്കും നമസ്കാരം.